ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതിൽ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ പങ്കുണ്ടെന്ന് കാണുന്നുണ്ട്. ഡീനിന്റെയും അതേസമയം തന്നെ അസിസ്റ്റന്റ് വാർഡന്റെയും പങ്കും കൃത്യമായിട്ടുണ്ട്. പക്ഷേ അതിലിപ്പോൾ പുതിയൊരു പേര്, തുടക്കം മുതലേ നിങ്ങൾ പറഞ്ഞൊരു ദേവരാഗിന്റെ പേര് അതിലേക്ക് ഉൾപ്പെടുന്നു. പക്ഷെ അക്ഷയുടെ പേര് അതിലില്ല എന്നുള്ളതും ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ എനിക്ക് ഏറ്റവും വലിയ ദുരൂഹതയിൽ ആദ്യം മുതലേ തോന്നുന്നത്. എനിക്ക് സംശയം തോന്നി ഞാൻ CBIയിലേക്ക് വേണം എന്ന് പറയുന്ന കാര്യം കൊണ്ട് അതുകൊണ്ടാണ്. എന്തുകൊണ്ട് അക്ഷയുടെ പേര് വരുന്നില്ല? അവസാനം വരെ അവനെ ഫോൺ നിയന്ത്രിച്ചത്, അവൻ്റെ റൂമിൽ അവൻ ഉണ്ടായിരുന്നത്, അവൻ്റെ കൊലപാതകം കഴിഞ്ഞിട്ട് അവൻ്റെ ഫോണെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്നിട്ട് അവനൊരു കുഴപ്പമില്ല, അവൻ റൂമിനകത്തുണ്ട്, ഹോസ്പിറ്റലുണ്ട്, ചെറിയ അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇത്രയും പറയുമ്പോൾ അവസാനം വരെ അറിയാം അക്ഷയുടെ പങ്ക് വളരെ കൃത്യമാണ്, സോളിഡായിട്ട് അറിയാം, അവൻ്റെ പങ്ക് വളരെ ക്ലിയറാണ്. പക്ഷേ എന്തുകൊണ്ട് അവന് വരുന്നില്ല? ഇപ്പോൾ അവസാനത്തെ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ സാക്ഷിമൊഴിയിൽ അക്ഷയുടെ മൊഴി രേഖപ്പെടുത്തി. സാക്ഷിമൊഴിയല്ല, പ്രധാന പ്രതിയാണ്. അപ്പോൾ എന്തുകൊണ്ടിങ്ങനെ മാറ്റി നിർത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും അതൊരു ഡൗട്ട് ഉണ്ടായിട്ട് നല്ല ബാഹ്യശക്തി, അവർക്ക് പ്രഷറുണ്ടായിട്ട് അവൻ ഈസി ആയിട്ട് എല്ലാ പ്രതികളും ഇറങ്ങിപ്പോവും എന്നെനിക്കറിയാം. 302 കൊലപാതക കുറ്റം ചുമത്തിയിട്ടില്ല, ജാമ്യം കിട്ടാനുള്ള വകുപ്പ് തന്നെ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ദേവരാവ് എന്നുള്ള പുതിയ ആൾ വരുന്നു, പെൺകുട്ടിക്കെതിരെ നമ്മൾ മൊഴി കൊടുത്തു, അവർക്ക് കേസെടുക്കണം, ആ പരാതി സെല്ലിൽ ആരൊക്കെ സൈൻ ചെയ്തു അവർക്കെതിരെ കേസെടുക്കണം, എല്ലാം പുറത്തു വരട്ടെ, എല്ലാം പുറത്തു വന്നാലേ പറ്റുള്ളൂ. അതൊന്നുമില്ല, നമ്മൾ പറഞ്ഞിട്ട് ഒന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഒരു ഗവൺമെൻറ് നെടുമങ്ങാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ മകൻ ബിന്ദു സുന്ദറിൻ്റെ മകൻ, അവൻ ഇതിന് ഇൻവോൾവ് ആണ്, നമുക്ക് നല്ലവണ്ണം അറിയാം. അവനാണ് ഡോർ ചവിട്ടിപ്പൊളിച്ചു എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ തന്നെയാണ് ഇവിടെ വന്ന് പറഞ്ഞത്. എൻ്റെ മകനാണ് ഡോർ ചവിട്ടിപ്പൊളിച്ച്, അവൻ്റെ കാലിലൊരു മുറിവുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് അവർ പെട്ടെന്ന് അവരെ നിലപാട് മാറ്റി. അപ്പോൾ അവിടെ പറഞ്ഞ അവർ ഉത്തരേന്ത്യയിലുള്ള സ്റ്റുഡൻ്റാണ് ഡോർ ചവിട്ടിപ്പൊളിച്ചത്, എൻ്റെ മോനൊന്നും അറിയില്ല, അവൻ്റെ പേര് ഇതിലില്ല, അവൻ്റെ പേര് റോഹന, അതിൽ ഇത് വന്നിട്ടില്ല. അതും ഈ ഇതിൽ വരണം, CBI അന്വേഷിക്കുമ്പോഴേ എല്ലാം വരും, എല്ലാം വന്ന് പുറത്ത് വരട്ടെ, സത്യങ്ങളെല്ലാം പുറത്ത്, ആരൊക്കെ ഉണ്ട്, എല്ലാം പുറത്ത് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അതിപ്പം പോലീസ് അന്വേഷണത്തിൽ കൂടെ പോലീസിൽ വിശ്വാസമില്ലെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് അട്ടിമറിക്കപ്പെടാം എന്നൊരു ഭയമുണ്ട്, എനിക്കുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റാം, ഇല്ലെങ്കിൽ അന്വേഷണം വേറൊരാൾക്ക് കൊടുക്കാം, അതൊക്കെ ഉണ്ടാകും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആ ഒരു പേടി കൊണ്ട് തന്നെയാണ് ഞാൻ CBI അന്വേഷണം വേണമെന്ന് മുഖ്യമന്ത്രിയുടെ അപേക്ഷിച്ചത്. അദ്ദേഹം അത് കൈക്കൊണ്ടു തോന്നുന്നു. അദ്ദേഹത്തിന് വിചാരിച്ച് കാണും സത്യം പുറത്ത് വരട്ടെ എന്ന്. എനിക്ക് അതിലൊരു തൃപ്തിയുണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചതിൽ. നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ CBIയുടെ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ തൃപ്തരാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ഏതൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ പറയാനുള്ളത് ഈ ഡീനിന്റെയും കാന്തനാഥിന്റെയും അടക്കം ഈ സാന്നിധ്യം തന്നെയാണ്? ഉറപ്പായിട്ടും ഡീനിന്റെ കാന്തനാഥിനിൽ കൂട്ടുനിന്ന രണ്ടുപേരും ഈ കൊലപാതകത്തിൽ തന്നെ അവർ ഉൾപ്പെടുത്തിയിട്ട് അവരെ ആ കുറ്റത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണം, ഉറപ്പായിട്ട് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണം. ഡിസ്മിസൽ. പിന്നെ അക്ഷയ്, പ്രധാന പ്രതികളായ അക്ഷയ്, ആ പെൺകുട്ടി, പിന്നെ ആ പെൺകുട്ടിയുടെ ആരൊക്കെ സൈൻ ചെയ്തു, ആ കംപ്ലയിൻറ്റ് പേപ്പർ സൈൻ ചെയ്തു, ഇതൊന്നും ഇതിൽ വന്നിട്ടില്ല. ഇതെല്ലാം വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. CBI വരുമ്പോൾ ഞാൻ വിശ്വസിച്ചുള്ള CBI ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം, ഈ ആന്റി റാഗിംഗ് സ്ക്വാഡ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഈ വിദ്യാർത്ഥികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോഴും 22ഓളം കുട്ടികൾ മാത്രമേ മൊഴി നൽകാൻ പിന്നെയും തയ്യാറായിട്ടുള്ളൂ. അവരിപ്പോഴും ആരെയൊക്കെയോ ഭയക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ? ഉറപ്പായിട്ടും അവർ ഭയക്കുന്നു. ഇപ്പോൾ തന്നെ മൊഴി രേഖപ്പെടുത്താൻ സമ്മതിച്ചത് ഇത്രയും പ്രഷർ ഉണ്ടായതുകൊണ്ടായിരിക്കാം. ഇതുവരെയും ഒരു കുട്ടികളും ഇങ്ങനെ പറയാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടുപിടിച്ച ഈ ഒരു റിപ്പോർട്ട്, ഇത്രയും കാര്യവും ഈ റിപ്പോർട്ടിൽ പോലീസ് അന്വേഷണത്തിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ തന്നെയാണ് കണ്ടുപിടിച്ചു കൊടുത്ത് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവർക്ക് ഈ ഒരു കൊലക്കുറ്റത്തിൽ ഒരു 302 ചാർജെങ്കിലും വകുപ്പ് ചെയ്യാത്തത്? അപ്പോൾ നമ്മൾ ഇപ്പോഴും അത് കുട്ടികൾ ഇതുവരെയും എല്ലാവരെയും ഭയപ്പെടുന്നു. ആന്റി റാഗിംഗ് സ്ക്വാഡ് ചിലപ്പോൾ അതിൻ്റെ രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും അവർ പറഞ്ഞത്. ചിലപ്പോൾ ഒരു പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ അവർ പേടിക്കുമായിരിക്കും, പോലീസ് വിളിക്കുമ്പോൾ പേടിക്കുമായിരിക്കും. അപ്പോൾ ഇത്രയും സോളിഡായിട്ടുള്ള ഒരു എവിഡൻസ് കൊടുത്ത് ആന്റി റാഗിംഗ് സ്ക്വാഡ് തന്നെയാണ് ഡീനും അസിസ്റ്റന്റ് വാർഡനും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. അപ്പോൾ ഇത് കണ്ടെത്തിയിട്ട് പിന്നെ പോലീസിനുണ്ട് മുമ്പോട്ട് പോയിക്കൂടാ. അപ്പോൾ അവർക്ക് നല്ല പ്രഷറുണ്ട്. ആന്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ ആ ഒരു റിപ്പോർട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവർ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അവർ റിപ്പോർട്ട് കൊടുത്തു, അവർ ആരുടെ പക്ഷം നിൽക്കാതെ. CBIയും കൂടെ വരുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നീതി കിട്ടുമെന്നാണ് ഇപ്പോൾ എൻ്റെ പ്രതീക്ഷ. അതെ, CBI അന്വേഷണം ഇപ്പോൾ തുടങ്ങിയില്ലല്ലോ, പ്രഖ്യാപിച്ചേ ഉള്ളൂ. CBI അന്വേഷണത്തിൽ തൃപ്തരാണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല, അന്വേഷണം തുടങ്ങിയിട്ടില്ല. പക്ഷേ അത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാനും പ്രതീക്ഷിക്കുന്നു അന്വേഷിക്കാൻ പറഞ്ഞ ഉദ്യോഗസ്ഥരെല്ലാവരും നല്ല രീതിയിൽ അന്വേഷണമായിരിക്കും വയ്ക്കുന്നത്. അവർ ഈ സത്യം പുറത്ത് കൊണ്ടുവരുമെന്ന് എനിക്ക് 100%
ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ളത്.